മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ വായനക്കളരിയുടെ ഭാഗമായി നടത്തിയ ശില്പശാല പരിപാടിയിൽ ലഘുയാത്ര സംഘടിപ്പിച്ചു. ലഘുയാത്ര താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി AP പത്മിനി ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം AT നജീബ് സ്വാഗതവും പറഞ്ഞു. മൈത്രി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വായനശാല രക്ഷാധികാരി ശ്രീ അബൂബക്കർ ഹാജിയുടെ വസതിയിലേക്കാണ് കുട്ടികളെയുമൊത്ത് മൈത്രി വിനോദ വിജ്ഞാന യാത്ര സംഘടിപ്പിച്ചത്. ആരോഗ്യ സംരക്ഷണം, ജീവിതശൈലി, യോഗയുടെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങൾ അബൂബക്കർ ഹാജി കുട്ടികളുമായി പങ്കുവച്ചു. വർഷങ്ങളുടെ ശ്രമഫലമായി അദ്ദേഹം രൂപപ്പെടുത്തിയ മീൻ കൃഷി, നെൽകൃഷി, വ്യത്യസ്ത തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ, വിവിധ പഴവർഗ സസ്യങ്ങൾ, വിവിധങ്ങളായ കാർഷിക വിളകൾ തുടങ്ങിയവ കുട്ടികളും മൈത്രി അംഗങ്ങളും സന്ദർശിച്ചു. കൂടാതെ അദ്ദേഹത്തിൻ്റെ യോഗ പ്രദർശനവും കാണാൻ അവസരമുണ്ടായി. വൈസ് പ്രസിഡന്റ് AT അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രുദ്രൻ വാര്യത്ത്, അഷ്റഫ് പൂച്ചാമം, പ്രവർത്തക സമിതി അംഗം ഉണ്ണി മാനേരി, വനിതാവേദി രക്ഷാധികാരി ജാസ്മിൻ ആരിഫ്, സെക്രട്ടറി റഷീദ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി സലാം മലയംകുളത്തിൽ, എക്സിക്യൂട്ടീവ് അംഗം അബ്ദുള്ള കുഞ്ഞു, സമിതി അംഗങ്ങളായ ആരിഫ്, മുഹമ്മദ് അലി, വനിതാവേദി ജോയിന്റ് സെക്രട്ടറി രേഷ്മ, CT സലീം തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നിറഞ്ഞ സദസ്സിൽ ലൈബ്രറിയൻ സബിത നന്ദി പറഞ്ഞു. ചിത്രരചന, നാടൻപാട്ട്, കവിത, ചെസ് മത്സരം, അഭിമുഖം, കവിയോട് ചോദിക്കാം, കുട്ടികളുമായി സ്നേഹസംവാദം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് മൈത്രി വായനശാല വരും ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നത്. ഈ മൈത്രി വായനശാലയോട് ചേർന്ന് പ്രവർത്തിച്ച കാരണം കുട്ടികൾക്ക് പല കാര്യങ്ങളും കാണാനും കേൾക്കാനും, മത്സ്യം വളർത്തുന്നത്, അതുമാതിരി ഒരു കൃഷിക്കാരൻ എങ്ങനെ നിലയിലെത്തി എന്നുള്ളതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ അബുട്ടിക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ചെയ്യേണ്ടത്. വരും തലമുറക്ക് ഈ മൊബൈൽ ഉപയോഗം കൊടുക്കുക, ഈ അവധിക്കാലം എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളത് തന്നെയാണ് ലൈബ്രറി കൗൺസിലിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.